നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 17-ാം തിരുലിഖിതം. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ വചനം എങ്ങനെയാണ് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്ന് തിരുവനന്തപുരം അനന്തപുരി കൺവെൻഷനിൽ ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഞാൻ കാഞ്ഞിരംപാറ സെൻറ്റ് ആൻ്റണീസ് മലങ്കര കത്തോലിക്ക സഭയിലെ അംഗമാണ്. ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മോൻ്റെ പേര് ഷാലിൻ സദൻ എന്നാണ്. അവൻ ജനിച്ച നാൾ മുതൽ അവന് പാൽ അലർജി ആയിരുന്നു. അമ്മയുടെ പാൽ മാത്രമേ അവൻ കുടിച്ചിട്ടുള്ളൂ. മറ്റേത് പശുവിൻ്റെ പാലോ മറ്റ് ടിൻ ഫുഡുകളോ ഒന്നും അവന് കഴിച്ചുകൂടായിരുന്നു. ജനിച്ച നാൾ മുതൽ കഴിഞ്ഞ അനന്തപുരി കൺവെൻഷൻ വരുന്നത് വരെയും അവൻ പാലോ പാലുൽപ്പന്നങ്ങളോ സെർലാക്കോ കുട്ടികൾ കഴിക്കുന്ന യാതൊരു ഫുഡും കഴിച്ചിട്ടില്ല. സാധാരണ കുട്ടികൾ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള നല്ല അങ്ങനത്തെ ടിൻ ഫുഡുകൾ ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അത് തൊടാൻ പോലും അല്ലേ, തൊടാൻ പോലും പറ്റില്ല. നാക്കിൽ തൊട്ടാൽ അപ്പോൾ ചൊറിയും, അറിയാതെ ഉള്ളിൽ പോയാൽ ഛർദ്ദിക്കും. അതെല്ലാം ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ വെറുതെ തൊടുമ്പോഴേക്കും ശരിക്കും നാവിലും തൊട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ ശരീരത്തിൽ അലർജി അങ്ങോട്ട് ഉണ്ടാകുക, പ്രത്യക്ഷപ്പെടുക. 17 വയസ്സ് തികയാൻ 2 മാസം ഉണ്ടായിരുന്നു ഈ അനന്തപുരി കൺവെൻഷൻ വരുമ്പോഴത്തേക്ക്. കഴിഞ്ഞ വർഷമല്ലേ ഇത്? ദൈവമേ, കഴിഞ്ഞ വർഷം എത്രയോ ഒരു അത്ഭുതങ്ങളാണ് ഇവിടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കർത്താവ് ചൊരിഞ്ഞത്. ഡോക്ടർമാർ പറഞ്ഞത് ദിവസം ഇഞ്ചക്ഷൻ എടുത്താൽ ചിലപ്പം മാറിയേക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് കൊടുക്കാതിരുന്നാൽ മതി. ചിന്തിച്ചു നോക്കി, എത്രയോ കഠിനമായൊരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത്. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുത്താൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നേക്കാം. അതായത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന മാതിരി ഈ അലർജിക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നെങ്കിലും ദൈവം മാറ്റുമെങ്കിൽ മാറ്റട്ടെ, ഒരു ചികിത്സയ്ക്കും പോകുന്നില്ല. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താണെന്നറിയോ, വിശ്വാസത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഞെരുക്കം വരുമ്പോൾ അത് അങ്ങനെ ചില പ്രത്യേക തരത്തിലുള്ള ചിന്തകളിൽ അകപ്പെട്ട് അങ്ങനെ ഇരിക്കാതെ ബൈബിളിൽ ഒരു വചനം നമുക്ക് തന്നിട്ടുണ്ട്. മകനെ, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഈ അമ്മ അത് മുറുകെ പിടിച്ച്, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. നല്ല വിശ്വാസത്തിൻ്റെ ദൃഢതയുള്ളൊരമ്മ. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ടോ പ്രാർത്ഥനാ സമയം വട്ടായിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, 3 പേരുടെ അലർജി മാറുന്നതായി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് കൺവെൻഷൻ കഴിഞ്ഞു 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ പാല് കാച്ചിക്കൊണ്ട് വെച്ചപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഞാൻ അല്പം കുടിച്ചു നോക്കട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ അല്പം കുടിച്ചു നോക്ക്, വിശ്വാസത്തോടെ കുടിക്കാൻ പറഞ്ഞു. അന്ന് അല്പം കുടിച്ചു, പിറ്റേന്ന് 1/4 ലിറ്റർ കുടിച്ചു. 1/4 ലിറ്റർ. അന്ന് മുതൽ ഇന്ന് വരെയും അവൻ ഹോർലിക്സും ബൂസ്റ്റും ഇട്ട് പാല് കുടിക്കുന്നു. പിന്നെ സെർലാക്ക്, ബൂസ്റ്റ് എല്ലാം കൂടെ കഴിക്കാൻ തുടങ്ങി. ഫ്രൈസ് അത് 17 വർഷം കഴിക്കാത്തതെല്ലാം പിന്നെ ഫ്രൈസ് അലോട്ട് ഉറക്കെ പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക് ആ കുടുംബത്തിൻ്റെ സന്തോഷം. അതായത് ദൈവം അങ്ങോട്ട് എത്ര വർഷം, 17 അല്ലേ, 17 വയസ്സ് 17 വയസ്സ് തികയാൻ 2 മാസം ഉണ്ടാകുമ്പോഴാണ് ഈ കഴിഞ്ഞ വർഷത്തെ അനന്തപുരി കണ്ടു. അവിടെ വെച്ച് ഈശോ ഇവരുടെ നിലവിളി കേട്ട് ഈശോ അങ്ങോട്ട് സുഖപ്പെടുത്തി.
അതിന് മുമ്പ് ഒരുപക്ഷെ ഇവർ ഹൃദയം കൊണ്ടൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ, എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്നൊക്കെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്നാൽ അനന്തപുരി കൺവെൻഷൻ അങ്ങനെയല്ല. അത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ ശാസിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോ എന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിച്ചും ശാസിച്ചും യേശുവിൻ്റെ നാമം അയച്ചും പ്രാർത്ഥിക്കണം. ആ യേശുവിൻ്റെ നാമത്തിൽ ഈ മകൻ സൗഖ്യം. അതുപോലെ മോൻ്റെ തലയിൽ താരനുണ്ടായിരുന്നു, തല ചൊറിഞ്ഞ് അടന്ന് ഇതിങ്ങനെ തൊഴിയുമായിരുന്നു. അടുത്തിരിക്കുന്ന കുട്ടികൾ നീങ്ങിയിരിക്കും തല ചൊറിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ 29-ാം തീയതി ഞായറാഴ്ച കൺവെൻഷൻ ഇവിടെ തീരുന്നു. 30-ാം തീയതി സ്കൂളിൽ പോയി തല ചൊറിഞ്ഞപ്പോൾ ഒന്നുപോലും വീണില്ല. അടുത്ത കുട്ടികൾ ഇത് ശ്രദ്ധിച്ചു. ആ കുട്ടികൾ ചോദിച്ചേടാ, ഇന്ന് നിന്റെ തലയിൽ നിന്ന് താരം തൊഴിഞ്ഞില്ല, നീ മരുന്ന് വല്ലതും തേച്ചോ? നീ എന്ത് ലേപനമാണ് തേച്ചത്, കുറച്ച് ഞങ്ങൾക്ക് തരൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒന്നും തേച്ചില്ല, ഞാൻ ഇന്നലെ അനന്തപുരം കൺവെൻഷന് പോയി എന്ന്. അവൻ തിരികെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇന്നലെ ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ കേട്ട് എന്താണ്? അത് എൻ്റെ തലയിൽ താരമൊന്നും ഇല്ലെന്ന് അടുത്തിരുന്ന കുട്ടികൾ പറയണമെന്ന്. അങ്ങനെ ഞാൻ തല പിടിച്ച് നോക്കിയപ്പോൾ കഴുകി വൃത്തിയാക്കിയതുപോലെ ഒരു പൊടി പോലും ഇല്ലാതെ അത്ഭുതമായി മാറിയിരിക്കുന്നു. എത്രയോ പ്രകടമായിട്ട് കർത്താവ് ആ ദാസന്റെ ജീവിതത്തെ ഞങ്ങളുടെ ഇടപെട്ട് മാറ്റിമറിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ദൈവജനം ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പല കാര്യങ്ങളിലും മേൽ കർത്താവ് അത്ഭുതകരമായി അങ്ങോട്ട് ഇടപെടും. താരനൊക്കെ വന്ന് ശരിക്കും നിങ്ങൾക്കറിയാം, താരൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ ഒരു സ്ഥിതി എന്താണെന്ന്. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പലസ്തീനയിൽ എങ്ങനെ പ്രവർത്തിച്ചുവോ അതേപോലെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ദൈവമക്കളുടെ അരികിലൂടെ നടന്ന് യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തിയും ദുഃഖങ്ങൾ അകറ്റിയും കുടുംബങ്ങളെ രക്ഷിച്ചും തകർച്ചകളെ മാറ്റിയും ദൈവജനത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഉറക്കെ പറ ഹല്ലേലൂയ. ഈ കുടുംബത്തെ അനുഗ്രഹിച്ച പ്രത്യേകിച്ച് ഈ എളിയ പൈതലിനോട് ഒരുപാട് സ്നേഹമുള്ള ഈശോയെ ഓർത്ത് നന്ദി പറഞ്ഞ്, പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വൻ കാര്യങ്ങൾ ചെയ്തതിനോർത്ത് ഹൃദയം നിറഞ്ഞ ആഹ്ലാദത്തോടെ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ എങ്ങനെ ദൈവജനം ആർത്തുപാടി വലിയ സ്വരത്തിൽ ആരവങ്ങളോടെ ദൈവത്തെ ആരാധിക്കുന്നുവോ, ഈ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച ധ്യാനത്തിന് ദൈവജനം വന്ന് എങ്ങനെ ഹൃദയം തുറന്ന് അതേപോലെ ഇപ്പോൾ ദൈവമക്കളെ നിങ്ങളുടെ വീടുകളിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ആത്മനാ ചേർന്ന് ഇവിടുന്ന് അച്ഛൻ നിർദ്ദേശം അനുസരിച്ച് കൈകൾ ഉയർത്തിയും കൈകൾ കൊട്ടിയും പാടിയും ഏറ്റുപറഞ്ഞും പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ നന്നായി പങ്കുചേർന്നാൽ ഒരു ധ്യാനത്തിൽ വെച്ച് എങ്ങനെ ദൈവത്തിന് അനുഗ്രഹം കുടുംബങ്ങൾ പ്രാപിക്കുമോ, ഒരു കൺവെൻഷൻ വെച്ച് എങ്ങനെ ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, അതേപോലെ നമ്മുടെ കുടുംബങ്ങളെ ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ ആരെങ്കിലും കുടുംബത്തിൽ വരാനുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ച് വേഗം കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. ഉറക്കച്ചടവ് ക്ഷീണമൊക്കെ മാറട്ടെ. അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നത്ര ഉച്ചത്തിൽ നന്നായിട്ട് കുടുംബം ഒന്നിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകം മുഴുവനുമുള്ള എല്ലാ ചരാചരങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഓ ദൈവമേ, സ്വർഗവാസികളോടും മാലാഖ ഗണങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ക്ഷീണവും രോഗവും മന്ദതയും മരവിപ്പും ഇപ്പോൾ വിട്ടുപോകട്ടെ. ദൈവത്തെ ആരാധിക്കാനും വചനം ശ്രവിക്കാനും വലിയ ഉണർവിന്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ നിറയട്ടെ. രോഗികളായിരിക്കുന്ന കുടുംബാംഗങ്ങളിലേക്ക് അത്യുന്നത ദൈവശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. യേശുവേ, ഈ നിമിഷങ്ങൾ അത്ഭുതത്തിന് നിമിഷങ്ങളാക്കണമേ.
രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ. ഇപ്പോൾ വലിയ അഭിഷേകങ്ങൾ നിറയട്ടെ, കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, കടബാധ്യതകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ. ഇന്ന് ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹപൂർണ്ണമാകട്ടെ. പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ, വചനം ഗ്രഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ, പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഓരോ കുടുംബങ്ങളും അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ കുട്ടികളും അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ യുവാവും ഓരോ യുവതി അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ കുടുംബവും അഭിഷേകം പ്രാപിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന. ശിവേ, ആരാധന, ആരാധന. യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും, കുടുംബം ബൈ കുടുംബം, ഓരോ കുടുംബങ്ങളെയും പേഴ്സൺ ബൈ പേഴ്സൺ, ഫാമിലി ബൈ ഫാമിലി അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ തരുന്ന ഒരു വചനമാണ് യേശയ്യാ പ്രവചനത്തിലെ 58-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം. വചനം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: നീ നനച്ച് വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത ഉറവയും പോലെ ആയി മാറും. നനച്ച് വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത ഉറവയും പോലെ ആയി നീ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ പേരാണ് എന്നും സമൃദ്ധി ഉണ്ടാകാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. നനച്ചു വളർത്തിയ പൂന്തോട്ടവും നനച്ചു വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത നീരുറവയും പോലെ ഒരിക്കലും പറ്റാത്ത നീരുറവയും പോലെ നീ ആകും. നീ ആകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഇത് വിശ്വസിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്നൊരു വാഗ്ദത്തമാണ്, ഒരു ദൈവവചന പ്രഖ്യാപനമാണിത്. ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ എൻ്റെ ദൈവം എന്നെ ആക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് എന്താണ് ഇന്നത്തെ തടസ്സം? ഇന്ന് നമ്മുടെ പലരുടെയും പ്രശ്നം എങ്ങനെയാണ്? ഒരു മേൽഗതിയില്ല, മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ. ഇന്ന് നമ്മുടെ വിഷയം ഇതാണ്. എപ്പോഴും അധോഗതി, ഒന്നും ഗുണം പിടിക്കുന്നില്ല, ഒരു തകർച്ച, കണ്ണുനീര്, പ്രയാസം, നരകിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് നമ്മളത് ഉപേക്ഷിച്ച് കളയണം. നമ്മൾ പാപങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ദുഷ്ടതയുണ്ടെങ്കിൽ, ആ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ച്, പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പാപങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു പറഞ്ഞ്, നല്ല ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ പോയി ദേവാലയത്തിലേക്ക് പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. ക്രിസ്ത്യാനികളല്ലാത്ത ദൈവമക്കൾ, ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ക്രിസ്ത്യാനികളല്ലാത്തവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത്, എൻ്റെ യേശുവേ, അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു പറഞ്ഞ് ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് ജീവിതത്തിൽ എല്ലാ തിന്മകളെയും പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് അതിന് മേലിൽ ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുക. യേശുവിനെ രക്ഷിതാവും കർത്താവും ആരാധിക്കുക, യേശുവിനെ ദൈവമായി ആരാധിക്കുക. നിൻ്റെ ജീവിതത്തിലേക്ക് വലിയ കൃപയുടെ ഉറവ കർത്താവ് തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധ ലിഖിത ഭാഗമാണ് യെശയ്യായുടെ പുസ്തകത്തിലെ 58-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് അകറ്റിക്കളയുക. അപ്പോൾ
ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് വേഗം കർത്താവ് വന്ന് ഉത്തരമരുളും. അപ്പോൾ നിന്റെ പ്രഭാതം പൊട്ടിവിരിയും. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നിന്റെ ജീവിതം എല്ലാത്തിലും അനുഗ്രഹ ഉയർച്ച ഉണ്ടാവും എന്ന് കർത്താവ് തന്നെ നേരിട്ട് വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. എപ്പോഴാണത് സംഭവിക്കുക എന്നും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം ഉത്തരം തരണം, നമ്മൾ ദൈവമേ എന്ന് വിളിക്കുമ്പം ദൈവം കൂടെ വരണം, നമ്മളൊരു കാര്യം തുടങ്ങിയാൽ അത് വിജയിക്കണം, നമ്മുടെ നീതി പ്രഭാതം പോലെ പൊട്ടിവിടരണം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക? അതാണ് യെശയ്യായുടെ പുസ്തകത്തിലെ 58-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതം. നിന്റെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ തിന്മ ഉപേക്ഷിക്കുക, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, മർദ്ദനത്തിൻ്റെ രീതികൾ അവസാനിപ്പിക്കുക, അശുദ്ധിയുടെ വഴികൾ ഉപേക്ഷിക്കുക, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക. ഇതല്ലേ ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം തൻ്റെ ജനത്തോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം ഉണ്ടാകാൻ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി ഉണ്ടാകാൻ, എപ്പോഴും സമൃദ്ധി ഉണ്ടാകാൻ യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വീണ്ടും പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്നും ദൂരെ അകറ്റുക. നമ്മുടെ പാപത്തിൻ്റെ ഒരു മേഖലകളാണ്, നമ്മുടെ പാപത്തിൻ്റെ ഒരു സാമ്രാജ്യങ്ങളാണത്. കുറ്റാരോപണം, അന്യരെ വിധിക്കുക, പരദൂഷണം, അസൂയയുടെ വാക്കുകൾ, കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്നും നീ ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുക, പീഡിതർക്ക് സംതൃപ്തി നൽകുക. ഇതെല്ലാം ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും ഞെരുക്കവും ക്ഷാമവും ഉള്ളൊരു കാലമാണെങ്കിൽ പോലും, എല്ലാ വിധത്തിലും മാന്യം അനുഭവിക്കുന്ന സാമ്പത്തിക മാന്യവും സാമൂഹികമായ പ്രശ്നങ്ങളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന വരൾച്ചയും ദുരിതം എല്ലാ തിന്മകളും എല്ലാ ഉപദ്രവങ്ങളും ഉള്ളൊരു കാലഘട്ടമാണെങ്കിൽ പോലും യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 11-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത അരുവിയും പോലെ നീയായി മാറും. അതിനുവേണ്ടി പാപം ഉപേക്ഷിക്കുക. ദൈവവചനം ദൈവമക്കളെ പ്രേരിപ്പിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. 59-ാം അധ്യായത്തിലെ 2-ാം വാക്യം പഠിപ്പിക്കുകയാണ്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവവേദന, നിന്റെ ഹൃദയത്തിൽ നിന്ന് അകൃത്യത്തോടു കൂടിയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തോടു കൂടിയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ അന്ധകാരവും പാപവും പിശാചും എല്ലാ തിന്മകളും കൂടിയൊരു ജീവിതത്തിന് ഉടമയായിട്ടാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ വചനം യെശയ്യാ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും ഗുണം പിടിക്കാതെ പോവുകയാണ്. നമ്മൾ അധ്വാനിക്കുന്നൊന്നും ഗുണമായിട്ടൊരു ഒരു ഫലമായിട്ട് കുടുംബത്തിലേക്ക് വരാതിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ജെറമ്യാ പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിൽ നമുക്കായി വെളിപ്പെടുത്തലുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം. അവിടുന്ന് യഥാസമയം മഴ പെയ്യിക്കുന്നു, ശരൽക്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നമുക്ക് നൽകുന്നു, വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ നന്മ, ദൈവത്തിൻ്റെ ഈ സൗജന്യമായ ഈ നന്മകൾ നമ്മളിൽ നിന്നും അകറ്റിക്കളയുന്ന
വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ശത്രുവാണ് നമ്മുടെ പാപങ്ങൾ. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. യെശയ്യാ 59:2 പറയാണ്, നിന്റെ കുറ്റങ്ങൾ, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ജെറമിയ 5:25 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയൊരു സംഭവമുണ്ട്. ഇവിടെ നാളുകൾക്ക് മുമ്പ് അട്ടപ്പാടി സജീവൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു കുടുംബം മലബാറിൽ നിന്ന് ധ്യാനിക്കാൻ വന്നു. അതിലൊരു കുട്ടി, ആ കുട്ടി നന്നായിട്ട് പൊട്ടിക്കരഞ്ഞു. ആ ധ്യാനത്തിൻ്റെ ദിവസം എന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്, ദേ വീട് വിൽക്കാൻ നോക്കിയിട്ട് വീട് വിൽപ്പന നടക്കുന്നില്ല. ചേട്ടൻ്റെ കല്യാണം 37 വയസ്സായി, ചേട്ടൻ്റെ കല്യാണം നടക്കില്ല. അതിങ്ങനെ കുടിച്ച് കൂത്താടി നാട്ടിലൂടെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് നടക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല, ഇതിന് 10-25 വയസ്സായി, ഇതിൻ്റെ കല്യാണവും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിന് എല്ലാത്തിനും ഒരു തടസ്സമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആ കുടുംബം, അമ്മയും മകളും കൂടി അട്ടപ്പാടി സജീവൻ ധ്യാനത്തിൽ ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നല്ല അനുതാപത്തോടെ പൊട്ടിക്കറിഞ്ഞ് കുമ്പസാരിക്കാനുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് നൽകി. ആ ധ്യാനത്തിൽ വെച്ച് അവർ ആത്മാർത്ഥമായി യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചു. ജീവിതത്തിലെ വലിയ തിന്മകൾ, ഇന്ന് വരെയുള്ള എല്ലാ പാപങ്ങളെ കുറിച്ച് പൊട്ടിക്കറിഞ്ഞ് അവർ കുമ്പസാരവേദിയിൽ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സൗജന്യ പാപക്ഷമ സ്വീകരിച്ച് അവർ യേശുവിൽ ആനന്ദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചു ചെന്ന് അപ്പോൾ ആ കുട്ടിക്ക് ആഗ്രഹം, പോകുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞിങ്ങനെയാണ്, ഇനി ഒരു കാര്യവും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിതേപോലെ യേശുവിനെ സ്നേഹിച്ച് ജീവിക്കാൻ ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി, അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അങ്ങനെ സന്തോഷത്തോടെ ആ കുടുംബം യാത്രയായി. എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി ആ വീട്ടിൽ ചെന്ന് ആ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ച് കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി. പ്രത്യേകിച്ച് മൂത്ത ആങ്ങളെയൊന്നും വന്നില്ലെങ്കിൽ പോലും ഉള്ളവരെ ഒരുമിച്ച് കൂട്ടി അവർ സന്ധ്യയ്ക്ക് ബൈബിൾ വായിക്കാൻ തുടങ്ങി, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രഭാത ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകാൻ തുടങ്ങി. ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി അവർ മാറി. ആ ദൈവഭയത്തെ രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, അധികം താമസിയാതെ മൂത്ത ആങ്ങളയ്ക്ക് ഒരു ബോധോദയം. അതൊരു ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിൽ വെച്ച് വലിയ മാനസാന്തരം ഉണ്ടായി. പാപമാർഗങ്ങൾ ഉപേക്ഷിച്ചു. അധികം താമസിയാതെ എൻ്റെ കല്യാണം നടന്നു. പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ വിൽപ്പനയുടെ കാര്യങ്ങളൊക്കെ അതും ശരിയായി, ഈ കുട്ടിയുടെ കല്യാണവും ശരിയായി. അദ്ദേഹം പറയുകയാണ്, ഒരു വർഷത്തിനുള്ളിൽ ആ കുടുംബത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി ദൈവം അത്ഭുതകരമായി ആ കുടുംബത്തെ വഴി നടത്തി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പാപം ഉപേക്ഷിക്കുന്നതിൽ കാര്യം എന്നും നല്ല സമൃദ്ധി ഉണ്ടാകാൻ നമ്മുടെ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുക. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിലേക്ക് അനുതാപത്തിന്റെ കൃപയെ വർഷിക്കണമേ കർത്താവേ. പാപം ഉപേക്ഷിക്കാൻ, അന്ധകാരത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാൻ, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിനുടമയായി തീരാൻ ഈ ദൈവമക്കൾക്കായി കൃപയെ ചൊരിയണമേ കർത്താവേ. ആത്മാവിനെ വർഷിക്കണമേ കർത്താവേ. തിരിച്ചറിവിന്റെ കൃപ നൽകണമേ കർത്താവേ. ഈ പ്രഭാതത്തിൽ തീരുമാനമെടുക്കാൻ അനുഗ്രഹം നൽകണമേ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവചനത്തിൽ 5-25 തിരുലിഖിതം, നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ പാപങ്ങൾ ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും കരങ്ങൾ കൂപ്പി, ദൈവം നല്ല വഴികളിലൂടെ മാത്രം എന്നെ നടത്തുകയുള്ളൂ, എൻ്റെ കർത്താവ് എന്നോട് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും
അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇരു കരങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, സ്വരം ഉയർത്തി വിളിക്കുന്നു. യേശുവേ ആരാധന 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 Lord Jesus.